റാഷിദ് റാഷിദ് ഏത് രീതിയിലാണ് ഈ പറഞ്ഞ പ്രവചനം നടത്തുന്നത് രീതിശാസ്ത്രമൊന്നും അറിയില്ല. പക്ഷേ അത്ഭുതകരമാവണ്ണം പല ഘട്ടങ്ങളും അത് ശരിയായി വന്നിട്ടുണ്ട്. അത് ഈ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 ക്യാപ്റ്റന് സെഞ്ചുറി ഇന്ന് 3-ാം തീയതിയിലെ എത്ര പത്രങ്ങളിൽ തലക്കെട്ട് വരും ആർക്കും പ്രവചിക്കാം. LDFന് 96 മുതൽ 104 വരെ, UDFന് 35 മുതൽ 43 വരെ, മറ്റുള്ളവർ 1 മുതൽ 4 വരെ എന്ന് താങ്കൾ പറഞ്ഞു. അതുമാത്രമല്ല, പല തെരഞ്ഞെടുപ്പുകളും താങ്കളുടെ പ്രവചനങ്ങൾ അത്ഭുതകരമാണ്, ശരിയായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്കൊന്ന് കഴിഞ്ഞ ലോക്സഭയിൽ കുറച്ച് പാളയം തോന്നുന്നു. റാഷിദ് ഇപ്പോൾ പ്രവചിക്കുന്നത് UDFന് 91 മുതൽ 102 വരെ, മാത്രമല്ല 41.5% ടു 45% വരെ എത്ര വോട്ട് ശതമാനം കൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രവചന രീതി? എന്താണ് താങ്കൾ സ്വീകരിക്കുന്ന രീതിശാസ്ത്രം? അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ റാഷിദ്? ശ്രീയാഷ്മി പ്രവചനങ്ങൾ ഏകദേശം 17 നടത്തി. അതിൽ പരാജയപ്പെട്ടു പോയത് ചേലക്കരയിലും ഹരിയാന തെരഞ്ഞെടുപ്പായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ ഡൽഹിയിലെ രണ്ടാമത്തെ കെജ്രിവാളിന്റെ ഉൾപ്പെടെ നല്ല രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിൽ പലപ്പോഴും പ്രവചനത്തിന് നമ്മളൊക്കെ പലപ്പോഴും നിങ്ങളെയൊക്കെ ഞാൻ കാണുമ്പോൾ നമ്പറുകൾ വെച്ചിട്ടാണ് ഇലക്ഷനെ നമ്മൾ പലരും വിലയിരുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പറുകളെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുക പെർസെന്റേജിലാണ്. പെർസെന്റേജും ഈ പബ്ലിക്കിന്റെ ഒരു മൈൻഡും തമ്മിലുള്ള ഒരു ഗെയിം ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് എത്രത്തോളം ഇവരൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നാടിനോട് പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നടത്താൻ പറ്റുമ്പോഴാണ് ഞാൻ പലപ്പോഴും ശരിയായി വരുന്നത്. നിലവിൽ ഈ പറഞ്ഞ നമ്പറുകളിലേക്ക് ഇത് എത്താനുള്ള വലിയ രീതിയിലുള്ള ഒരു സുനാമി ഇടതുപക്ഷത്തിനെതിരെ സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം, പല മാധ്യമങ്ങളും നടത്തിയതുപോലെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലല്ല ഞാൻ ആ ഏർപ്പാടിലേക്ക് കടന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിപൂർണമായി അവസാനിച്ചതിന് ശേഷം 6 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആ തരത്തിൽ സ്വാധീനിക്കില്ല എന്നുള്ള എന്റെ കുഞ്ഞു ഏർപ്പാടുകളാണെങ്കിലും ആ സ്വാധീനിക്കരുത് എന്നുള്ള എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇനി പറഞ്ഞു വരുന്നത്, കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഈ ഏർപ്പാട് പ്രധാനപ്പെട്ടത് സ്വിംഗ് വോട്ടേഴ്സിനെയാണല്ലോ നമ്മളൊക്കെ പരിഗണിക്കുന്നത്. അപ്പൊ സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ സാമുദായികമായി കൂടി കേരളത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ സ്വിംഗ് വോട്ടേഴ്സ് ഇപ്പോൾ LDFിൽ നിന്ന് UDFിലേക്ക് മാറാൻ പോകുന്നത് ഒരു 4 മുതൽ 7% വരെ ഉള്ള ഒരു സ്വിംഗ് ഞാൻ കാണുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെട്ടുകൊണ്ടും അവർ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ കാണുന്നത് കൊണ്ട് ആ തരത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഈ സ്വിംഗ് വോട്ടേഴ്സിൽ ആദ്യത്തെ സ്ഥാനത്ത് ഞാൻ കാണുന്നത്. രണ്ടാമത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. മൂന്നാമത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ആ അളവിൽ വരുന്നില്ലെങ്കിലും മാറുന്നുണ്ട്. പറഞ്ഞു വരുന്ന ആ തരത്തിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതകളുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന പിണറായി വിജയൻ എന്നുള്ളത് 2001 ആന്റണി സർക്കാർ വലിയ രീതിയിൽ 100 സീറ്റിലേക്ക് വന്നതിന് ശേഷമാണ് പിണറായി വിജയൻ ആ രാഷ്ട്രീയത്തിന്റെ ചരട് കൈപ്പിടിയിൽ ഒതുക്കുന്നത്. ആ ചരടിന്റെ അന്ന് അത് 2001 ശേഷം പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനും മലപ്പുറം സമ്മേളനം ആ തരത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് വലിയ രീതിയിലുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാലക്രമേണ അത് ഒരു ഘട്ടം വരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ആ മാനേജ്മെന്റ് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സമീപകാലത്ത് നടന്ന പല വിഷയങ്ങളിലും ആ ഒരു ഏർപ്പാട് വലിയ രീതിയിൽ പരാജയപ്പെട്ടതോടുകൂടി അതിന്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ വോട്ട് കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. BJP പിടിക്കുന്ന ആദ്യഘട്ടത്തിലെ വോട്ടുകൾ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് 8% 2 പതിറ്റാണ്ട് മുമ്പൊക്കെ നമുക്ക് കിട്ടിയത്. പക്ഷെ അതിന് ശേഷം നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിലേക്ക് മാറിയ വോട്ട് അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറിയ ഒരു ആദ്യത്തെ 8% 12% BJP വോട്ട് വളർച്ച കാണിച്ചപ്പോൾ നായർ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോയപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിൽ അത് നെഗറ്റീവായിരുന്നു. പിന്നീട് ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് BJP രാഷ്ട്രീയം പറച്ചിൽ വലിയ രീതിയിൽ ആകർഷിച്ചതോടുകൂടി അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഈ ഗ്യാപ്പ് മൊത്തം കണക്കിൽ LDFനെ ഈ നികത്തി നിർത്തിയത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള വോട്ടുകളായിരുന്നു. അത് പരിപൂർണമായി റിവേഴ്സ് സ്വീപ്പിലേക്ക് ഈ പ്രാവശ്യം പോകുന്നതോടുകൂടി അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുക? ഇപ്പൊ മുസ്ലിം വോട്ടുകൾ പൂർണ്ണമായി റിവേഴ്സ്, ഇപ്പോൾ ഏറെക്കുറെ ഈ പറയുന്ന മലബാർ മേഖലയിലെ മുസ്ലിം വോട്ടൊക്കെ UDFിനൊപ്പം നിന്നിട്ടുണ്ട്. ഏറിയും കുറഞ്ഞും LDFിനും UDFിനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുമുണ്ട് പല കാലങ്ങളിൽ. റിവേഴ്സ് സ്വീപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എൻ ബ്ലോക്കായി SIRൽ പുതിയതായി വലിയ തോതിൽ ആഡ് ചെയ്യപ്പെട്ട മുസ്ലിം വോട്ടടക്കം UDFിലേക്ക് പോയി എന്നുള്ളതാണ്. അങ്ങനെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഒരു വിലയിരുത്തലേക്ക് എത്താൻ പറ്റുക റാഷിദ്? അത് സമീപകാല രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ ഗ്രൗണ്ട് കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് ശ്രീയാഷ്മി. ആ തരത്തിൽ കാലങ്ങളായി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് കൂടിയാണ് ഞാൻ ആ കാര്യത്തിലേക്ക് എത്തപ്പെടുന്നത്. അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിന്. പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടി മാത്രമല്ല, നമ്മൾ പൊതുവിലുള്ള ഒരു സർക്കാർ വിരുദ്ധത എന്ന് പറയും, അതിന് സാമുദായികത്തിനും അപ്പുറമുള്ള ഒരു ഏരിയ കൂടിയുണ്ട്. അതുകൂടി വന്നു ചേരുമ്പോൾ ഇത് വലിയ രീതിയിൽ ഈ സർക്കാരിനെ, ഈ രാഷ്ട്രീയത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടായി മാറും. കഴിഞ്ഞ ഒരു 2001 ശേഷം 43%
കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകൾ നിലനിർത്തി പോകുന്ന ഒരു മുന്നണിയായിരുന്നു ഇടതുപക്ഷം. അതിനെ കൃത്യമായി ഈ BJP-യിലേക്കുള്ള ഈഴ വിഭാഗം ഷിഫ്റ്റും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോക്കും കൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് പെർസെന്റേജിൽ തന്നെ നല്ലൊരു കുറവുണ്ടാവും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ആ തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് പോകും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അതിനപ്പുറമുള്ളത് നമുക്ക് ഈ വോട്ട് എണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.